റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ 6ാമത്തെ പാഠത്തിൽ പഠിച്ച മറ്റൊരു വിഷയമാണ് അൽ മുലാഫ് ഇലൈഹി. മുലാഫ് ഇലൈഹി ഒക്കെ 6ാമത്തെ പാഠത്തിൽ പഠിച്ചു. മുലാഫ് ഇലൈഹി, അതിൽ മുലാഫ് ഇലൈഹിക്ക് മജ്റൂറായിരിക്കും എന്നുള്ളത് ഇവിടെ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. മജ്റൂറാണ് അതിൻ്റെ ഇറാബായിട്ട് വരുന്നത്. ഒന്നുമില്ല, മുലാഫ് ഇലൈഹി ഒന്നാമത്തെ കലിമത്ത് ഇതാണല്ലോ. ഒന്നാമത്തെ കലിമത്ത് ഇതാണ്. രണ്ടാമത്തെ കലിമത്ത്, ഈ ഒന്നാമത്തെ കലിമത്തിനെ രണ്ടാമത്തെ കലിമത്തിലേക്ക് ഇങ്ങോട്ട് ചേർത്തി പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, മുലാഫ് ഇലൈഹി എന്നൊക്കെ പറയാം. അതിലെ ഒന്നാമത്തത് മുലാഫായിരിക്കും. ഒന്നാമത്തതിന് മുലാഫ് എന്നും രണ്ടാമത്തതിന് മുലാഫ് ഇലൈഹി എന്നും പറയും. കലാമുല്ലാഹി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം. അപ്പോൾ ആ കലാമിലേക്ക് അള്ളാഹുവിനെ ചേർത്തി പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ കലാം. ശ്രദ്ധിക്കേണ്ടത് മുലാഫ് ഇലൈഹിക്ക് മജ്റൂറായിരിക്കും. മജ്റൂർ പറഞ്ഞാൽ ജറ്, കസ്ർ ചെയ്യപ്പെട്ടതായിരിക്കും എല്ലാത്തതിനും. അതേപോലെ ഓരോന്നും നോക്കി നമുക്ക് മനസ്സിലാവും. ആഹിർ മുലാഫാണ്, അതിനെ കുത്തുബിലേക്ക് ചേർത്തു. ആഹിറുൽ കുത്തു ബി, അവസാനത്തെ കിതാബ്. കണ്ടില്ലേ? അങ്ങനെ അതേപോലെ തന്നെ സിയറുൽ അംബിയാ ഇ, സിയർ അതിനെ അംബിയാ ഇ അതിലേക്ക് ചേർത്തു. മുലാഫ് ഇലൈഹി അംബിയാ ഇ ആണ്, അതിലേക്ക് ചേർത്തു. അതേപോലെ ദസ്തൂറുൽ ഹുക്കൂമത്തി ഒക്കെ നോക്കുക, ഒക്കെ അതിലേക്ക് ചേർത്തുങ്ങാണ്ട് പറയുകയാണ്. ഹുക്കൂമത്തി ഒക്കെ ജറ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബുൽ മദ്രസത്തി, മദ്രസയുടെ വാതിൽ. സ്വാഹിബുൽ വൈത്തി, വീടിൻ്റെ ഉടമസ്ഥൻ. കലമുത്വാലിബി, വിദ്യാർത്ഥിയുടെ പേന. ഇവിടെ കാണി. അപ്പോൾ അതിങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാം. മുലാഫ് ഇലൈഹിക്ക് ജറായിരിക്കും. ആദ്യത്തേത് മുലാഫും രണ്ടാമത്തേത് മുലാഫ് ഇലൈഹി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് പിന്നെ ഉദാഹരണങ്ങൾ എഴുതാനോ അല്ലെങ്കിൽ പിന്നെ ഉദാഹരണങ്ങൾ കണ്ടെത്താനോ അതല്ലെങ്കിൽ പിന്നെ ഇത് വിഷയം തന്നിട്ട് ഉദാഹരണം എഴുതാനൊക്കെ ഏത് രൂപത്തിലും ചോദ്യങ്ങൾ വരാം. ഇനി നമ്മൾ പിന്നെ 7ാമത്തെ പാഠത്തിൽ പാഠം 7 അതിൽ 2 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ജംഉ മുദക്കർ സാലിമും ജംഉ മുഅന്നസ് സാലിമും. ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം. അതിൻ്റെ ഇറാബ് ഒന്ന് പഠിക്കുക. യുർഫഉ ബിൽ വാവി എന്നാണ്. വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. യുൻസബു വയുജറു ബിൽ യാഇ അൽ മക്സൂരി മാ ഖബ്ലഹ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മറ്റേ നസ്ബും ജറും യാ കൊണ്ട് ചെയ്യപ്പെടും. അതാണ് ജംഉ മുദക്കർ സാലിമിൻ്റെ ഇറാബായിട്ട് വരുന്നത്. പിന്നെ ജംഉ മുഅന്നസ് സാലിമിൻ്റെ ഇറാബ് യുർഫഉ ബിൽ ലമ്മത്തിയാണ്. ലമ്മ കൊണ്ട് റഫ് ചെയ്യപ്പെടും. യുൻസബു വയുജറു ബിൽ കസ്റത്തി, നസ്ബും ജറും ചെയ്യുന്നത് കസ്ർ കൊണ്ടാണ്. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാവാൻ നിങ്ങൾ പേജ് നമ്പർ 30 നോക്കിയാൽ അതിൽ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുഫ്രദ് മുദക്കറും അതിൻ്റെ ജമ്മു മുദക്കർ സാലിമും അതേപോലെ മുഫ്രദ് മുഅന്നസും ജമ്മു മുഅന്നസ് സാലിമുമാണ് പറയുന്നത്. ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ജംഉ മുദക്കർ സാലിം എന്താണ്, ജംഉ മുഅന്നസ് സാലിം എന്താണ് എന്നൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് കാണാത്തവരൊന്ന് പോയി കാണുക, മനസ്സിലാക്കുക. എന്താണ് മുഫ്രദിൻ്റെ ആ ഒരു രൂപത്തിൽ മാറ്റം വരാതെ വാവ് നൂനൊക്കെ ചേർത്തുങ്ങാണ്ട് പറയുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. നോക്കൂ, മുസ്ലിമുൻ എന്നിവിടെ ഉണ്ട്. അതിലൊരു മാറ്റം, മുസ്ലിമിൻ അതിൻ്റെ ഒരു രൂപത്തിൽ മാറിയിട്ടൊന്നുമില്ല. എന്നാൽ വാവും നൂനും ചേർന്നു. അപ്പോൾ മുസ്ലിമുൻ. മുഅല്ലിമുൻ വരെ ഇവിടെ ഉണ്ട്. മുഅല്ലിമു അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. മുഅല്ലിമൂന, വാവും നൂനും ചേർന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അല്ലേ, ഒരു മുസ്ലിം മുഫ്രദാണല്ലോ. മുസ്ലിമൂന പറഞ്ഞാൽ മുസ്ലിങ്ങൾ. അപ്പോൾ അത് ജംആയി. മുഅല്ലിമുൻ എന്നുള്ളത് മുഅല്ലിമുനായി. സാജിദ് എന്നുള്ളത് സാജിദു, അതുവരെ അവിടെ ഉണ്ട്. പിന്നെ ഒരു വാവും നൂനാണ് ചേർന്ന് നിൽക്കുകയാണ്.
സ്വാഇമുൻ സ്വാഇമൂന. കണ്ടില്ലേ? മുഷ്രിക്കുൻ മുഷ്രിക്കൂന. അപ്പോൾ ഏകവചന രൂപത്തിൽ അഥവാ മുഫ്രദിൻ്റെ രൂപത്തിൽ മാറ്റമൊന്നും വരാതെ വാവും നൂനൊക്കെ ചേർന്നങ്ങാണ്ട് പറയുന്നതാണ് എന്താണ് ജമ്മു മുദക്കർ സാലിം. അങ്ങനെ കണ്ടാൽ ഒരു ഫീല് ഒരു ഇസ്മ കണ്ടാൽ അതിൻ്റെ അവസാനം വാവും നൂനും ചേർത്താൽ ജമ്മു മുദക്കർ സാലിമായി. ഇനി അതേപോലെ മുഫ്രദ് മുഅന്നസ് നോക്കൂ, അത് മുഅന്നസാണ്, ത ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ലാസ്റ്റ് അലിഫും താവും ചേർത്തുങ്ങാണ്ടാണ് ജംഉ മുഅന്നസ് സാലിം ഉച്ചരിക്കേണ്ടത്. നോക്കൂ, മുസ്ലിമത്തുൻ മുഫ്രദ് മുഅന്നസാണ്, ഇതാ ഒരു ത ആണ് കൂടിയത്. മുസ്ലിമുൻ എന്നുള്ളത് നേരെ മുഫ്രദ് മുസ്ലിമുൻ എന്നുള്ള മുദക്കർ മുഅന്നസായപ്പോൾ മുസ്ലിമത്തുൻ എന്നായി അല്ലേ. ഇനി അതിക്ക് അലിഫും താവുമാണ് കൂട്ടി കൊടുത്താൽ എന്തായി? അത് ജംഉ മുഅന്നസ് സാലിമായി, മുസ്ലിമാത്തുൻ. മുഅല്ലിമത്തുൻ എന്നുള്ളത് മുഅല്ലിമാത്തുൻ എന്നായി. സാജിദത്തുൻ സാജിദാത്തുനായി, സ്വാഇമത്തുൻ സ്വാഇമാത്തുനായി, മുഷ്രിക്കത്തുൻ എന്തായി? മുഷ്രിക്കാത്തുൻ എന്നായി. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. ജമ്മു മുദക്കർ സാലിമാണെങ്കിൽ വാവും നൂനും അവസാനം ചേർത്ത് കൊടുക്കുക. മുഅന്നസ് സാലിമാണെങ്കിൽ അലിഫും താവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 8ാമത്തെ പാഠത്തിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ലമാഇറുൽ മുൻഫസില, പിന്നെ ലമാഇറുൽ മുത്തസില. മുത്തസിലായ ലമീറും മുൻഫസിലായ ലമീറാണ് പഠിച്ചത്. മുൻഫസില എന്ന് പറഞ്ഞാൽ പിരിഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാണ് പിരിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് ലമാഇറുൽ മുൻഫസില. അതേതൊക്കെയാണ്? നമ്മൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ഇതാണ് ലമാഇറുൽ മുൻഫസില, മുൻഫസിലായ ലമീറുകൾ. ഈ മുത്തസിലായ ലമീറാണെങ്കിലോ, മുത്തസിലായ ലമീറിൻ്റെ ഒരു 2-3 ഐറ്റംസ് ഇവിടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ലഹു, ഈ ഹു എന്നുള്ളത് കൂടിയതാണ്. മുത്തസില എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചേർന്നിരിക്കുന്നത്. മറ്റേത് പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ലഹു, ലഹുമാ, ലഹും. ഇതിൽ ഹുവ ചേർന്നതാണ്. ലാൻ്റെ കൂടെ ഹുവ ചേർന്നു. ലഹുമാ, ഇവിടെ ഹുമാ ചേർന്നു, ഇവിടെ ഹും ചേർന്നു. പിന്നെ ലഹ എന്നുള്ളിടത്ത് ഹിയാണ് ചേർന്നത്. അപ്പോൾ ലഹ, ലഹുമാ, ലഹുന്ന, ഇവിടെ ഹുന്ന ചേർന്നു ലാൻ്റെ കൂടെ. പിന്നെ ലക്ക എന്നിട്ടുള്ളിടത്ത് ലാൻ്റെ കൂടെ അൻത്തയാണ് ചേർന്നത്. അൻത്ത ചേരുമ്പോൾ ലക്ക എന്നാണ് വരിക. ലക്ക ലക്കുമാ ലക്കും, അൻത അൻതുമാ അൻതും അതിൽ ചേർന്നു. ലക്കി ലക്കുമാ ലക്കുന്ന, അൻതി അൻതുമാ അൻതുന്ന അതിൽ ചേർന്നു. ലീ എന്നുള്ളിടത്ത് അന എന്നുള്ളതാണ് ചേരുന്നത്. അന, ലീ, നഹ്നു, ലനാ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ കലമുഹു ഒക്കെ അതേപോലെ തന്നെ. കലമുഹു, കലമുഹുമാ, കലമുഹും അതിൽ ഹുവ ഹുമാഹും ചേർന്നു. കലമുഹ, കലമുഹുമാ, കലമുഹുന്ന അതിൽ ഹിയ ഹുമാഹുന്ന ചേർന്നു. കലമുക്ക, കലമുക്കുമാ, കലമുക്കും അതിൽ അൻത അൻതുമാ അൻതും ചേർന്നു. കലമുക്കി, കലമുക്കുമാ, കലമുക്കുന്ന അതിൽ അൻതി അൻതുമാ അൻതുന്ന ചേർന്നു. കലമീ, കലമുന എന്നുള്ളതിൽ അന നഹ്നു ചേർന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് മുത്തസിലായിട്ട് വന്നത്. അതേപോലെ തന്നെ ഇത് ലൊറബഹു, ലൊറബഹുമാ, ലൊറബഹും, ലൊറബഹ, ലൊറബഹുമാ, ലൊറബഹുന്ന, ലൊറബക്ക, ലൊറബക്കുമാ, ലൊറബക്കും, ലൊറബക്കി, ലൊറബക്കുമാ, ലൊറബക്കുന്ന, ലൊറബനി, ലൊറബന. അപ്പോൾ മുൻഫസിലായ ലൊമീർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, പിരിഞ്ഞിരിക്കുന്ന ലൊമീറുകളാണ്. പിന്നെ മുത്തസിലായ ലൊമീറാണെങ്കിൽ അത് മറ്റൊന്നിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കുക. അതിലേക്ക് ഓരോന്നും ചേരുമ്പോൾ എങ്ങനെയുള്ള അതിൻ്റെ മാറ്റങ്ങൾ വരിക എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇനി അടുത്ത നമ്മൾ 9ാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യം എന്താണ് പഠിച്ചത്? ഇന്ന വ അഖവാത്തുഹ, ഇന്നയും അതിൻ്റെ അഖവാത്തുകളെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന അത് അഖവാത്ത് ഏതൊക്കെയാണ്? ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഈ വാന്ന് ഉള്ളതില്ല. ലഅല്ല, ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇതിൻ്റെ ജോലി എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ. ഇസ്മിന് നസ്ബ് ചെയ്യും, ഖബറിന് റഫ് ചെയ്യും. ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ്. ഇതാണ് അതിൻ്റെ പണി. നോക്കൂ, ഈ മുബത്തദ ഖബറിനാണല്ലോ നമ്മൾ പറഞ്ഞത്. മുബത്തദ ഖബറിന, മുബത്തദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്മായിട്ടാണ് കൂട്ടുന്നത്.
അപ്പോൾ അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി മുബത്തദാറിന് മേപ്പെട്ടൊക്കെ നിൽക്കണ്ട. ദാ അല്ലാഹു ഗഫൂറുൻ, അല്ലാഹു ഗഫൂറുൻ, അള്ളാഹു പൊറുക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു എന്നുള്ളത് മുബത്തദയാണ്, ഇസ്മാണ്. ഗഫൂറുൻ എന്നുള്ളത് ഖബറാണ്. ഇനി ഇന്ന അതിക്കണ് ചെന്നാൽ, ഇപ്പോൾ ഇതിലൊരു ഉദാഹരണം, ഈ ഇന്ന അഖവാത്ത് അതിലൊന്ന് ഇന്ന അതിക്കണ് ചേർന്നു. ഇന്നണ് ചേർന്നപ്പോൾ എന്തുണ്ടായത്? ഇവിടെ അള്ളാഹു എന്നുള്ളത് ഇവിടെ എന്തായി? അള്ളാഹ എന്നായി. കാരണം ഇന്നൻ്റെ പണി എന്താണ്? തൻസിബുൽ ഇസ്മിന് നസ്ബ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ഇന്ന വന്നപ്പോൾ ഇവിടെ അള്ളാഹ് എന്നുള്ളതിന് നസ്ബ് ചെയ്തു അല്ലേ. വത്തർഫുൽ ഖബറ, ഖബറിന് റഫ് ചെയ്യും. ഖബറിന് ഇവിടെ റഫ് തന്നെയാണ്, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നല്ലാഹ ഗഫൂറുൻ എന്നായി. മനസ്സിലായല്ലോ? അള്ളാഹു ഗഫൂറുൻ എന്നുള്ളത് ഇന്നല്ലാഹ ഗഫൂർ എന്നായി. ഇവിടെ നോക്കൂ, അൽ ഇൽമു നൂറുൻ, അൽ ഇൽമു നൂറുൻ. ഇത് അൽ ഇൽമു എന്നുള്ളതാണ് ഇസ്മ്, നൂറ് എന്നുള്ളതാണ് ഖബർ. അതിക്ക് ഇന്ന ചേർന്നു. ഇന്ന ചേർന്നപ്പോൾ ഇൽമു എന്നുള്ള ഇസ്മ എന്തായി? ഇസ്മ അതിന് റഫ് ആയിരുന്നു, അത് നസ്ബായിട്ട് മാറി. തൻസിബുൽ ഇസ്മ പറഞ്ഞില്ലേ, നൂറുൻ റഫ് എന്നായിട്ട് വന്നു. ഇനി അങ്ങനെ ഓരോന്നും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുഹമ്മദുർ റസൂലുള്ളാഹി എന്തായി? അന്ന ചേർന്നപ്പോൾ മുഹമ്മദുൻ എന്നുള്ളത് മുഹമ്മദൻ എന്നായി. റസൂലു പിന്നെ അങ്ങനെ തന്നെ, കുഴപ്പമില്ല, മാറ്റില്ല. അൽ കിതാബ് ഉസ്താദുൻ, അതിൽ അന്ന ചേർന്നു. അന്ന ചേർന്നപ്പോൾ കിതാബു എന്നുള്ളത് കിതാബ എന്നായി. ഇങ്ങനെ താഴേക്ക് ഓരോന്നുണ്ട്, എല്ലാതും കൂടി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഇന്ന അന്ന കന്ന ലാക്കിന്ന ലൈത്ത ലാല്ല, ഇത് പ്രവേശിച്ചാൽ, മുബത്തദ ഖബറിൻ്റെ മേൽ പ്രവേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലക്ക് ഇത് വന്നാൽ, അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന അതിൻ്റെ മുബത്തദക്ക് അഥവാ ഇസ്മിന് നസ്ബ് ചെയ്യും, ഫത്തഹ് ചെയ്യും എന്നർത്ഥം. അതിൻ്റെ തൊട്ട് ശേഷം വരുന്ന ഖബറിന് റഫ് ചെയ്യും, ലൊമ്മ് ചെയ്യും എന്നർത്ഥം. അതങ്ങനെ മനസ്സിലാക്കുക. ഇനി നമ്മൾ 10ാമത്തെ പാഠത്തിൽ, പാഠം 10 പഠിച്ചത് കാനാവ അഖവാത്തുകളാണ്. 9ാമത്തെ പാഠത്തിൽ ഇന്നാവ അഖവാത്താണ് പഠിച്ചത്. 10ാമത്തെ പാഠത്തിൽ കാനാവ അഖവാത്ത്. ഏതൊക്കെയാണത്? കാനൻ്റെ കൂടെ വരുന്നത് കാന, പിന്നെ സ്വാറ, ബാത്ത, അസ്ബഹ, അൽഹ, അംസ, ളല്ല, മാസാല, മാ ഫത്തിഅ, മാ ബരിഹ, മംഫക്ക, മാദാമ, ലൈസ. മായത്ത് സർറഫ് മിൻഹുന്ന, അതിൽ നിന്ന് സർഫാക്കി വരുന്നതൊക്കെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഞാനിപ്പോൾ ഈ വരട്ടതൊക്കെ അതാണ്. കാനയും അതിൻ്റെ കൂട്ടക്കാരും, കാനയും അതിൻ്റെ കൂടുള്ളതൊക്കെ അതാണ്. ഇതിൻ്റെ പണി എന്താ? നമ്മൾ ഇന്ന വാഖവാത്തിൻ്റെ പണി പറഞ്ഞ പോലെ തന്നെ കാന വാഖവാത്തിൻ്റെ പണി എന്താ അറിയോ? ഇന്ന അഖവാത്തിൻ്റെ പണി എന്തായിരുന്നു? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവരെ പണി. കാന അഖവാത്തിൻ്റെ പണി എന്താണ്? ഇസ്മിന് റഫ് ചെയ്യും. എന്താ? ഇസ്മിന് റഫ് ചെയ്യും, ഖബറിന് നസ്ബ് ചെയ്യും. ഖബറിന് നസ്ബ്. നേരത്തെ നമ്മൾ ഇന്ന അഖവാത്ത് എന്താ പറഞ്ഞത്? ഇസ്മിന് നസ്ബ് ചെയ്യും, ഖബറിന് റഫ് ചെയ്യും എന്നാണ് പറഞ്ഞത്. കാന അഖവാത്തിൻ്റെ പണി ഇസ്മിന് റഫ് ചെയ്യും, ഖബറിന് നസ്ബ് ചെയ്യും. ഉദാഹരണം ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. അള്ളാഹു റഹീമുൻ, അള്ളാഹു എന്നുള്ളതാണ് ഇസ്മ്, റഹീമൻ എന്നുള്ളത് ഖബറാണ്. ഇനി ആ അതിക്ക് അള്ളാഹു റഹീം ഇവിടെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കാനാണ് ചേർന്ന് വന്നപ്പോൾ ഇസ്മിന് റഫ് ചെയ്യുന്നല്ല പറഞ്ഞത്, കാൻ അള്ളാഹു എന്നായി. പിന്നെ ഖബറിന് നസ്ബ് ചെയ്യുന്നല്ല പറഞ്ഞത്, റഹീമൻ നസ്ബായി, കാൻ അള്ളാഹു റഹീമൻ. അടുത്ത് നോക്കൂ, എല്ലാം കൂടി പറയുന്നില്ല. അൽ വലതു ഖാരി ഉൻ, അൽ വലതു ഖാരി ഉൻ, കുട്ടി ഓതുന്നവനാണ് എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. അപ്പോൾ അൽ വലതാണ് ഇസ്മ്, ഖാരി എന്നുള്ളത് ഖബറാണ്. അതിൽ അസ്ബഹയാണ് ചേർന്നത്. അസ്ബഹ നമ്മളെ പിന്നെ കാനിൻ്റെ അഖവാത്താണല്ലോ. അസ്ബഹ അവിടെ ഉണ്ട്. അസ്ബഹ ചേർന്നപ്പോൾ ഇവിടെ അൽ വലതുണ്ടായിരുന്നത് എന്തായി? അസ്ബഹൽ. അവിടെ മാറ്റം ഉണ്ടാവില്ല. അസ്ബഹൽ വലതു. എന്നാൽ ഇവിടെ മാറ്റമുള്ളത് ഖബറിലാണ് മാറ്റം. ഇസ്മിന് റഫ് തന്നെയാണല്ലോ. ഇസ്മിന് റഫ് അവിടെ ഓൾറെഡി റഫ് ആണ്. ഖബറിന് എന്തായി? നസ്ബായി. ഇവിടെ ഖാരി ഉൻ എന്നുള്ളത് ഇവിടെ ഖാരി എൻ എന്നായി. ഖബറാണ് മാറിയത്. ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം. അസ്സഈമു വസീറുൻ, അസ്സഈമു വസീറുൻ. ഇത് ഇസ്മാണ്, ഇത് ഖബറാണ്. സ്വാറ ചേർന്നു. സഈമു ഇസ്മിന് റഫ് തന്നെയാണ്, ഖബർ മാറി എന്തായി? വസീറുൻ എന്നുള്ളത് വസീറുൻ എന്നുള്ളത് വസീറൻ എന്നായി. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളിലും ഇതുണ്ട്. ഇവിടെ അള്ളഹ ചേർന്നു, ലല്ല ചേർന്നു, അംസ, ബാത്ത, മാദാമ, ലൈസ ഒക്കെ ചേർന്നു. അപ്പോൾ ഇസ്മിനൊക്കെ റഫ് ആണ്, ഇസ്മിനൊക്കെ റഫാണ്. ഖബറിന് നസ്ബാണ്.
ഒക്കെ നസ്ബാണ്, അത് മനസ്സിലാക്കുക. ഇനി അടുത്തത് 11ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും അവസാന പാഠമായ 11ാമത്തെ പാഠത്തിൽ പഠിച്ചത്, ഒന്ന് യുജ്സമുൽ ഫീലുൽ മുലാരിയു, മുലാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന ആമിലുകൾ. യുജ്സമുൽ ഫീലുൽ മുലാരിയു, മുലാരിയായ ഫീലിന് ജസ്മ് ചെയ്യുക. ജസ്മ് ചെയ്യാറിനാൽ സുക്കൂന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ചുരുക്കത്തിൽ അത് ഏതൊക്കെയാണ്? ഒന്ന് ഇൻ, മറ്റൊന്ന് ലം, പിന്നെ ലമ്മ, പിന്നെ ലാമുൽ അംർ അഥവാ അംറിൻ്റെ ലാമുൽ അംർ, പിന്നെ ലാമുൻ നഹി. ഇതൊക്കെയാണ് മുലാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന ആമിലുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ ദാ യഫ് അലു മുലാരിയായ ഫീലാണ്. ഇവിടെ ഒരു ഉദാഹരണം ദാ യഫ് അലു, ഇത് മുലാരിയായ ഒരു ഫീലാണല്ലോ. അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഇൻ ലമ്മ ലാമുൽ അംർ ഇതിലെ ഏതെങ്കിലും ഒന്ന് ചേർന്നാൽ, ഇതാ ലമ്മ് ചേർന്നു, ഇവിടെ ഒരു ഉദാഹരണം ലമ്മ് ചേർന്നു. അപ്പോൾ എന്തായി? യഫ് അലു എന്നുള്ള ആ ലൊമ്മിനെ, ആ റഫ്, അത് റഫ് ആണല്ലോ, ലൊമ്മിനെ എന്ത് ചെയ്തു? അത് ജസ്മ് ചെയ്തു. ജസ്മ് ചെയ്യുന്നല്ല പറഞ്ഞാൽ നമ്മൾ സുക്കൂന് ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് അവിടെ ഉണ്ടായത്, സുക്കൂന് ചെയ്തു. ഇനി ഈ ലമ്മ് മാത്രമല്ല, ഇന്ന് ചേർന്നാലും ലമ്മാന്ന് ചേർന്നാലും ഇതൊക്കെ ചേർന്നാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഏത് മുലാരിയായ ഫീലിക്കും ഈ ഇൻ ലം ലമ്മ ലാമുൽ അംറു ലാമുൻ നഹിയൊക്കെ ചേർന്നാൽ മുലാരിയായ ഫീലിന് സുക്കൂന് ചെയ്യുകയാണ് ചെയ്യുക, ജസ്മ് ചെയ്യും. ഇനി അടുത്തത് ആ പാഠത്തിൽ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? യുൻസബുൽ ഫിഅലുൽ മുലാരിയോ എന്നാണ്. മുലാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ആമിലുകൾ. നേരത്തെ പറഞ്ഞത് ജസ്മ് ചെയ്യുന്നതാണ്, ഇവിടെ നസ്ബ് ചെയ്യുന്നത്. നസ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫത്തഹ് കൊടുക്കാമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഫത്തഹ് കൊടുക്കുന്നത് അത് ഏതൊക്കെയാണ്? ഒന്ന് അൻ, മറ്റൊന്ന് ലൻ, മറ്റൊന്ന് കൈ, മറ്റൊന്ന് ഇതൻ. അൻ, ലൻ, കൈ, ഇതൻ. ഇതൊക്കെയാണ് മുലാരിയായ ഫീലിന് പിന്നെ നസ്ബ് ചെയ്യുന്ന ആമിലുകൾ. ഇവിടെ ദാ ഉദാഹരണം നോക്കൂ. ഇവിടെ ഈ എഫ് അലു എന്നുള്ളതിന് ലൻ അങ്ങോട്ട് ചേർന്നപ്പോൾ എന്തായി? എന്താ ലന്ന് ചേർന്നപ്പോൾ എഫ് അലു എന്നുള്ളത് ഇതാ എഫ് അല നസ്ബായിട്ട് മാറി. ലൻ എഫ് അല. ലമ്മ് ചേർന്നാൽ ലം എഫ് അൽ ജസ്മ് ചെയ്യും, സുക്കൂന് ചെയ്യും. ലന്ന് ചേർന്നാൽ ഫത്തഹ് കൊടുക്കും, ലൻ എഫ് അല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജസ്റ്റ് ഒന്നും കൂടി മനസ്സിലാവാൻ ഞാൻ 2 ഫീലുകൾ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം ഇവിടെ യജ്ലിസു എന്നുണ്ട്, ഇതൊരു മുലാരിയായ ഫീലാണ്. ഇതൊക്കെ നമുക്ക് ആദ്യം ഈ ജസ്മ് ചെയ്യുന്ന ആമിലുകളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം ലം എന്നെ ആയിക്കോട്ടെ. ഇനി ലമ്മ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലമ്മ് അങ്ങോട്ട് ചേർക്കുക. ഇപ്പോൾ ലം യജ്ലിസു എന്നുള്ളതിലേക്ക് ലമ്മ് ചേർത്താൽ ഒന്നുമില്ല, ജസ്മ് ചെയ്യുക. അവസാനത്തെ അക്ഷരത്തിന് ജസ്മ് ചെയ്യും. അപ്പോൾ ലം യജ്ലിസു എന്നുള്ളത് ലം യജ്ലിസ് എന്നാകും. ഇതെന്തായി മാറി? ഇതാ ജസ്മായി മാറി എന്നർത്ഥം. ഇനി യക്തുബു മുലാരിയായ ഫീല, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒരു ഫീല് ഏതാണ്? അന്നായിക്കോട്ടെ ഉദാഹരണം, അല്ലെങ്കിൽ ലന്നായിക്കോട്ടെ. ലമ്മോടെ കൊടുത്തല്ല, നമുക്ക് ഇവിടെ ലന്നെന്ന് കൊടുത്തു നോക്കുക. ലൻ യക്ക്, ഇവിടെ എന്താ ചെയ്യുക? നസ്ബല്ല ചെയ്യുക. ലന്ന് നസ്ബ് ചെയ്യുന്ന ആമിലാണല്ലോ. അപ്പോൾ ലൻ യക്ക് തു ബ എന്നാണ് വരിക. ഈ ബു എന്നുള്ളത് ഇവിടെ എത്തിയപ്പോൾ ബ നായി, ലന്ന് ചേർന്നപ്പോൾ ബ നായി മാറി. അപ്പോൾ ചുരുക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കുക. ഇതുപോലെ ഉദാഹരണങ്ങൾ ഏത് രൂപത്തിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ മറ്റെങ്ങനെ നമുക്ക് ആക്കാൻ വേണ്ടി കണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ അത് ഏതിൻ്റെയാണ് എന്നൊക്കെ പരീക്ഷയിൽ ചോദിക്കാം. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിചയപ്പെടുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.